ഇന്നലത്തെ പോലെ ഇന്നും മോർണിംഗിൽ സ്മൂത്തിയാണ് കേട്ടോ കഴിച്ചത്. സെയിം സ്മൂത്തി തന്നെ കഴിച്ച്, ബട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ കുറച്ച് മക്കാനും കൂടി ആഡ് ചെയ്തു. അതായത് നമ്മുടെ ലോട്ടസ് സീഡും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇന്ന് അരച്ചെടുത്ത് കഴിച്ചത് കേട്ടോ. പിന്നെ കാലത്ത് നമ്മുടെ പാവയ്ക്ക ഉണ്ടല്ലോ, അത് ചാറുകറിയാണ് വിചാരിച്ചത്. പാവയ്ക്കും അതുപോലെ മാങ്ങയും കൂടിയിട്ട് നമ്മൾ ഒന്ന് ചാറുകറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാവയ്ക്ക ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ മാങ്ങ, സവോള, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചു. കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയും കൂടി ചേർത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തിരിക്കണം കേട്ടോ. ഏകദേശം 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാലാണ് ചേർക്കണത് കേട്ടോ. പിന്നെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 2-ാം പാലും 3-ാം പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ചെയ്യണേ കേട്ടോ. എനിക്ക് ഈ കറി നല്ല ഇഷ്ടമായിട്ടോ, കാരണം പാവയ്ക്കൊക്കെ ഒട്ടും തന്നെ കയ്പ്പ് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മുടെ മാങ്ങയുടെ പുളിയൊക്കെ ആയപ്പോൾ പിന്നെ നല്ല ടേസ്റ്റായി. അമ്മച്ചി ഇതേ അതിലേക്ക് 2-ാം പാലും 3-ാം പാലും ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ. നമ്മൾ ഈ നോമ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ഓരോ കറികളൊക്കെ ഡിഫറെൻ്റായിട്ട് നമ്മളിങ്ങനെ ട്രൈ പടവലങ്ങ തോരനും. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ണാണ്. നമ്മുടെ കറി വെച്ചിട്ടുണ്ട്. പിരണ്ടി അച്ചാറാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. തോരൻ ഇട്ടിട്ടുണ്ട്, കടലുപ്പേരി ഇട്ടിട്ടുണ്ട്, പപ്പടം വെച്ചിട്ടുണ്ട്, പിന്നെ ചാറുകറിയും കൂട്ടിയിട്ട് ഇന്ന് നമ്മൾ നന്നായിട്ട് വയറ് നിറയെ ചോറുണ്ട് കേട്ടോ.